വെൽക്കം ടു വൺസ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ മോഡ്യൂൾ 1 അതിൽ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. പ്രോബ്ലം സെഷൻ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒബ്റ്റെയിൻ എ സിംപ്ലിഫൈഡ് ഡെൽറ്റ നെറ്റ്വർക്ക് ഫ്രം ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. ഡെൽറ്റ നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് സ്റ്റാർ എന്നും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സ്റ്റാറിനെ എങ്ങനെ ഡെൽറ്റ ആക്കാം, ഡെൽറ്റയെ എങ്ങനെ സ്റ്റാർ ആക്കാം, ആ ജസ്റ്റ് ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഈ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് ജസ്റ്റ് ഇങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെസിസ്റ്റൻസ് ഇത് R1, ഇത് R2, ഇത് R3 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള ഇതിനെ, ഈ സ്റ്റാറിനെ എങ്ങനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാം? ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അത് ഓർക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു. ഇക്വേഷൻസ് ഒക്കെ എഴുതി കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ജസ്റ്റ് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് ഇവിടെ നോക്കി R13 എന്ന് ഞാൻ വെറുതെ പേര് കൊടുക്കണ്ടേ, എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. R13 എന്ന് ഞാൻ കൊടുത്താൽ നമ്മൾ അവിടുത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? R1 പ്ലസ് R3 പ്ലസ് R1 ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ബ്രാഞ്ച്. അതാരാ? R2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതുപോലെ R12 എന്ത് വരും? R12 കേട്ടോ. R12 എന്ത് വരും? ഈ R12ന് അക്രോസ് സ്റ്റാറിൽ വരുന്ന R1 ഉം R2 ആണല്ലേ. അപ്പം എന്ത് എഴുതാം? R1 പ്ലസ് R2 പ്ലസ് പ്രോഡക്റ്റ് ഓഫ് R1 ആൻഡ് R2 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച്. ഏതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച്? R3 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ഡെൽറ്റ എങ്ങനെ വരും? R23 ആണ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇക്വേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് ആ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇക്വേഷൻസ് വേണമെന്നുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് എഴുതിയിട്ട് ഓരോ വാല്യൂസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അങ്ങനെ നമുക്ക് കുറച്ച് ടൈം ഡിലേ വരും. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി R23 ആണല്ലേ. R23 എങ്ങനെ എഴുതാം? R23 എന്ന് പറയുന്നത് R23 എന്ത് വരും? R2 ഇനും R3ക്കും അക്രോസ് അല്ലേ. അപ്പൊ R2 പ്ലസ് R3 പ്ലസ് R2 ഇൻറ്റു R3 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഏതാണ്? R1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ സ്റ്റാറിനെ നമ്മൾ ഡെൽറ്റ ആക്കി മാറ്റുവാണ്. അപ്പൊ ഇതിന്റെ പുറത്തേക്ക് ഇത് ഇങ്ങനെ ഒരു പുതിയ ഡെൽറ്റ നമുക്ക് കിട്ടും. ഓക്കെ, ആ ഡെൽറ്റകൾ പാരലൽ ആയിട്ട് വരുമ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യണേന്ന് നോക്കാം. നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എഴുതിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്താണ്? നമുക്ക് ഇതിന് അക്രോസ് ഇവിടെ ഒരു ഡെൽറ്റ വന്നോ അല്ലേ. ഓക്കെ, ഇവിടെ ഒരു ഡെൽറ്റ വരണം. അപ്പൊ ഇവിടുത്തെ വാല്യൂ, ഈ വാല്യൂ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണ കേട്ടോ. ഇതിനെ ഞാൻ വെറുതെ ABC എന്ന് വെറുതെ കൊടുത്തു, ജസ്റ്റ് മാർക്ക് ചെയ്താണ്. അപ്പൊ A ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഏതൊക്കെ ബ്രാഞ്ചിന് അക്രോസ് ആ A വന്നിരിക്കുന്നത്? 4 ഓമിനും 6 ഓമിനും അക്രോസ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 6 പ്ലസ് 4 പ്ലസ് 6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഇതെന്താണ്? 3 ഓം അല്ലേ. ഓക്കെ, ഒരു 3 3 8 വരും അല്ലേ. 6 പ്ലസ് 4 പ്ലസ് 8 6 4 10 8 18 18 ഓം കിട്ടും. എത്ര പെട്ടെന്നാണ് കിട്ടിയെന്ന് നോക്കിയേ. അപ്പൊ A ഈസ് ഈക്വൽ ടു 18 ഓം വന്നു. ഇനി B എങ്ങനെ കണ്ടുപിടിക്കാം? B ഈസ് ഈക്വൽ ടു നോക്കിയേ, B എന്ന് പറയുന്നത് 6 ഓമിനും 3 ഓമിനും അക്രോസ് ആണ്. അപ്പോൾ എന്തെഴുതാം? 6 പ്ലസ് 3 പ്ലസ് 6 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ അതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഏതാണ്? 4 ആണ്. ഓക്കെ, 1 2 3 6 2 4. അപ്പോൾ 9/2 വരുമല്ലോ ഇവിടെ. അപ്പം 6 പ്ലസ് 3 എന്താണ്? 9.
9 പ്ലസ് 9/2. 9/2 എന്ന് പറഞ്ഞാൽ എന്താ? 4.5 എന്ന് എഴുതാൻ പാടില്ല. ഇതിൻ്റെ പകുതി വെച്ചിട്ട് 4.5. അപ്പോൾ 9 പ്ലസ് 4.5 ഈസ് ഈക്വൽ ടു 13.5 ഓം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബി നമുക്ക് കിട്ടി. ഇനി സി എങ്ങനെ കണ്ടുപിടിക്കാം? സി എങ്ങനെ വരും? സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് 4ഉം 3ഉം അല്ലേ? 4 പ്ലസ് 3 പ്ലസ് 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് 6 ആണല്ലേ? 6. അപ്പോൾ ഒരു 3 3 2 3 6 2 2 4 4 3 7 9 9 ഓം. ഓക്കെ, അപ്പോൾ സി നമുക്ക് 9 ഓം കിട്ടി. അപ്പോൾ എ നമുക്ക് 18 കിട്ടി, ബി 13.5 കിട്ടി, സി 9 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്നോടെ ഒന്ന് വരച്ച് നോക്കാം ഇതെങ്ങനെയാണ് ഇപ്പോൾ വന്നതെന്നുള്ളത് കേട്ടോ. നമ്മുടെ ഇപ്പം കിട്ടിയ വാല്യൂസ് ആണ് കേട്ടോ ഞാൻ എഴുതാൻ പോകുന്നത്. എ ബി സി. ഇത് ആദ്യമേ ഉണ്ടായിരുന്ന ഏതൊക്കെയാണ്? ആദ്യമേ ഉണ്ടായ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ എഴുതണ്ടേ? ഇങ്ങനെയല്ലേ എഫക്റ്റീവ്ലി വന്നേക്കണേ? ഓക്കെ, ഇങ്ങനെയല്ലേ ഇത് എഫക്റ്റീവ്ലി വന്നേക്കണേ? അപ്പോൾ എ ബി സി 18 ഓം, ബി എന്താണ്? 13.5. 18 ഓം 13.5. ദെൻ സി എന്താണ്? 9. ഇത്രയും നമുക്ക് കിട്ടിയല്ലേ? നമ്മൾ സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തു. നമ്മുടെ പ്രോബ്ലം തീർന്നില്ല. എന്തൊക്കെയായിരുന്നു ഇതിൽ കൊടുത്തിരുന്ന വാല്യൂ? 9 1.5 1. 9 1.5 1. അപ്പോൾ ഇവിടെ 2 പോയിന്റ് ഉണ്ടല്ലേ? അപ്പോൾ ആദ്യം തന്നെ രണ്ടിലും ഏകദേശം ഒരു സിമിലാരിറ്റി വരുന്ന രീതിയിൽ ഇതിനെങ്ങനെയാണ് മാറ്റുക? 3/2 എന്ന് എഴുതിയാൽ പോരെ? ഇതെന്താ? ഇതിൻ്റെ ഇരട്ടി 26 വരും. അപ്പോൾ ഇതിനെ 27/2 എന്ന് എഴുതാൻ പാടില്ലേ? ശരിയല്ലേ? 27/2 എന്ന് എഴുതി. ഇനി എന്താ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? ഇതിനെ നമുക്ക് ഇക്വലൻ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നോക്കുക, 9 പാരലൽ ടു 18 ഓം. അപ്പോൾ ഇതിൽ എന്ത് വരും? 9 പാരലൽ ടു 18 ഓം. ഇവിടെ എന്ത് വരും? 3/2 പാരലൽ ടു 27/2. ഇവിടെ എന്ത് വരും? 9 പാരലൽ ടു 1 ഓം. ഇത് രണ്ടും ഈ 3 വാല്യൂസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ കിട്ടും. നമുക്ക് നോക്കാം. 9 പാരലൽ ടു 18 എന്ത് വരും? പാരലൽ കണക്ഷൻ എങ്ങനെയാ? നമ്മൾ പെട്ടെന്ന് R1 R2 ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ്? R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 9 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 18. ഓക്കെ, 18 പ്ലസ് 10 എന്താണ്? 28. അപ്പോൾ 9 വരുമ്പോൾ 27 വരും അല്ലേ? ഓക്കെ, 27 9 ഇൻറ്റു 18. ഇപ്പോൾ ഇവിടെ എന്ത് വരും? 9ൻ്റെ ടേബിളിൽ വരും അല്ലേ? 9 3 വരും. ഓക്കെ അല്ലേ? 3 വരും. ദെൻ 3യുടെ ടേബിളിൽ 6 വരും. അപ്പോൾ നമുക്ക് 6 ഓം എന്ന് കിട്ടും. നെക്സ്റ്റ് ഏതാണ്? 3/2 പാരലൽ ടു 27/2. 3/2 പാരലൽ ടു 27/2. എങ്ങനെ ചെയ്യാം? 3/2 ഇൻറ്റു 27/2 ഡിവൈഡഡ് ബൈ 2 ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ എന്ത് വരും? 3 പ്ലസ് 27 എന്താണ്? 30/2. ഇത് വെട്ടിക്കുറച്ച് ഒറ്റയടിക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇത് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. 3 ഇൻറ്റു 27 അതുപോലെ തന്നെ കിടക്കട്ടെ ബൈ 2 ഇൻറ്റു 2. ഇത് തിരിച്ച് മേളിലേക്ക് ഇടൂ അല്ലേ? 2 ഡിവൈഡഡ് ബൈ 30. ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ? ശരിയല്ലേ? ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും.
3 ഇവിടെ 1 0 വരും. ദെൻ എന്ത് കിട്ടും? 27/20 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്താണ്? 27/20. 10 × 2 20. ഓക്കെ, കഴിഞ്ഞോ? ഇനി ഏതാണ് അടുത്തത്? ഏതാണ്? 9 parallel to 1. 9 parallel to 1. അപ്പോൾ എങ്ങനെ വരും? 9 × 1 ഡിവൈഡ് ബൈ 9 + 1 10 ആണ്. അപ്പോൾ നമുക്ക് 9/10 ഓം എന്ന് കിട്ടും. നമുക്ക് കിട്ടിയില്ല ഓരോ വാല്യൂസും. ഇനി ഈ വാല്യൂസ് നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസിൻ്റെ നമ്മുടെ ഡെൽറ്റ കണക്ഷനിലേക്ക് അത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. നോക്കാം. ഇതാണ് നമ്മുടെ റിസൾട്ടിൻ്റെ കൺവേർട്ട് ചെയ്ത പുതിയ ഡെൽറ്റ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെയിമിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ. അപ്പോൾ എന്ത് വരും? 6 ഓം ഉണ്ട് അല്ലേ? 6 ഓം എന്ന് പറഞ്ഞാൽ അവിടെ വരും. പിന്നെ 3/2 പാരലൽ 27ൻ്റെ 27/10 വരും. 6 ഓം 27/10. ഇവിടെ 9 parallel to 1 അല്ലേ? 9 parallel to 1 എന്തായിരുന്നു? 9/10. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാറിനെ ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇതിന് ഇക്വേഷൻ നോട്ട് ചെയ്യുക. ജസ്റ്റ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. താങ്ക് യു.